ഇന്ത്യൻ സിനിമയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ശോഭന. ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ ശോഭന ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറിയത്. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. മണിച്ചിത്രത്താഴിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡുകൾ ശോഭന സ്വന്തമാക്കിയിരുന്നു. തുടരും എന്ന സിനിമയാണ് ഉടനെ റിലീസാവാൻ പോകുന്ന ശോഭനയുടെ സിനിമ. മോഹൻലാൽ നായകനാവുന്ന സിനിമ ഇരുവരും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ്. മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപാട് കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും. സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവ എന്നീ മികച്ച സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടരും. പുതിയ സംവിധായകരോടൊപ്പം മോഹൻലാൽ സിനിമ ചെയ്യുന്നില്ലെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് തരുൺ മൂർത്തി സിനിമയിലുള്ള സിനിമ സംഭവിക്കുന്നത്. ജനുവരി 30 സിനിമ റിലീസാവുമെന്ന് നേരത്തെ പറഞ്ഞുവെങ്കിലും ചില കാരണങ്ങളാൽ സിനിമ റിലീസ് മാറ്റിവെച്ചിരുന്നു. സിനിമയുടെ പോസ്റ്റർ അല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടില്ല. എന്നാൽ തുടരും ഒരു ഗംഭീര സിനിമയാകുമെന്നാണ് പറയുകയാണ് ശോഭന. സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞുവെന്നും അതൊരു ഗംഭീര സിനിമയാകുമെന്നും തൻ്റെ വിശ്വാസമെന്നും ശോഭന പറയുന്നു. കഴിഞ്ഞ വർഷം റിലീസായ എവർഗ്രീൻ സിനിമ മണിച്ചിത്രതാഴിനെക്കുറിച്ചും ശോഭന സംസാരിച്ചു. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സത്യത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഷൂട്ടിൻ്റെ ടെൻഷനിലായിരുന്നു. അത് നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അതിൻ്റെ ഡബ്ബിംഗ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊരു ഗംഭീര സിനിമയായിരിക്കും എന്നാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. തുടരും എന്നാണ് റിലീസ് ചെയ്യുകയെന്ന് അവർ തീരുമാനിക്കുകയാണ്. മൺചിത്രത്താഴ് റിലീസായപ്പോൾ ഞാൻ കണ്ടു. അതൊരു മികച്ച അനുഭവമായിരുന്നു. അത് വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ ത്രില്ലായിരുന്നു. ശോഭന പറയുന്നു.